ഇന്ന് വളരെ ബോൾഡായ ഒരു ഐ മേക്കപ്പ് ലുക്കിനാണ് ഞാൻ പോകുന്നത്. കാരണം ഐം ഗോയിങ് ഫോർ എ കോൺസെർട്ട് ആൻഡ് ദിസ് ഇസ് ദ ടോപ്പ് ഐ എം വെയറിംഗ്, സോ ഐ വാണ്ട് സംതിങ് ടു മാച്ച് വിത്ത് ഇറ്റ്. അപ്പം ഞാൻ ഇന്ന് മുഖത്ത് I've just done my moisturizing and usual stuff, but I haven't done my foundation. കണ്ണ് വളരെ ബോൾഡായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ പിന്നെ ചെയ്യത്തുള്ളൂ. കാരണം എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കുളമായാലും നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം വേണം. ഡു മൈ ഐസ് ഫസ്റ്റ് ബിഫോർ ദ ഫേസ്. ഇതിന് ഞാൻ ഇന്ന് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഈ പാലറ്റാണ്. ആൻഡ് it's got all these stunning shades. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനത്തെ ഒരു ബ്രൗൺ ഷാഡോ ഒരുമാതിരിപ്പെട്ട നല്ല പാലറ്റിലൊക്കെ കാണണം. നിങ്ങളിപ്പോൾ ഒരു ബിഗിനർ ഇൻ മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് വൺ ഓഫ് ദ കളേഴ്സ് യു റിയലി നീഡ്. അപ്പോൾ ഇന്ന് ഐ ഷാഡോ പാലറ്റ് പോലെ തന്നെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ബ്രഷസ്. ഐ ഷാഡോ ചെയ്യാനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു 3 ബ്രഷസ് ആണ്. ആൻഡ് ദീസ് ആർ ദ 2 brushes. These are the 3 brushes. A fluffy one and a slightly pointy one. വേറെ ഉണ്ട് മറ്റ് യൂസിന്, but this is just for the eyeshadow. So first of all, I'm using the fluffy brush and I'm going to go into that dark brown shadow. Tap off the excess. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മാർക്കർ വയ്ക്കും. കാരണം ഇതിന് താഴേക്ക് പോകാൻ പാടില്ല. And then I'm just going to focus on the outer corner. അകത്തോട്ട് പോകുന്നില്ല, just the outer corner. കണ്ടോ? And I'm going to look straight ahead and just do the outer corner. I'm really not going into the inside. അപ്പോൾ ഇവിടെ തന്നെ ഒരു വാലൊക്കെ വരും. അതൊക്കെ കണ്ട് നമുക്ക് തൽക്കാലം സന്തോഷിക്കാം. കാരണം അല്ലാതെ വാലിട്ട് എഴുതാൻ അറിയില്ലല്ലോ. And then I'm going to do the other side as well. ഇപ്പം നല്ലൊരു വിങ് ആയി അല്ലേ? അതിനി ഒരു ഗൈഡ് ലൈനാണ് നമുക്ക്. ഇനിയും നമുക്ക് ആവശ്യം കുറച്ച് കൺസീലറാണ്. കൺസീലർ എന്ന് പറഞ്ഞാൽ കുറച്ച് ബ്രൈറ്റ് ആയ ഒരു കൺസീലർ കുറച്ചൊരു ബ്രഷിൻ്റെ അറ്റത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഗോ ഇൻ മൈ ഇന്നർ കോർണർ. അവിടെ ഇങ്ങനെ വെക്കുകയാണ്. ഈ ടെക്നിക്കിനെയാണ് കട്ട് ക്രീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിൻ്റെ പോളയിൽ നമ്മൾ മറ്റൊരു സെക്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ താഴേക്ക് നോക്കിയിട്ടാണ് അത് അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് മുകളിലേക്ക് നോക്കുക. അപ്പം നമുക്ക് ഒരു പാട് വീഴും. കണ്ടോ? ആ പാടിന് മുകളിലേക്ക് കണ്ടോ? അപ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഒരു പാടുണ്ട്. ആ ഒരു സെമി സർക്കിൾ നമുക്ക് നമ്മുടെ കൺസീലർ കൊണ്ട് തന്നെ കിട്ടും. ആൻഡ് ദെൻ ഡു നോട്ട് ഗോ അബവ് ദാറ്റ്. ആൻഡ് ദെൻ ഐ ആം ഗോയിങ് ടു ബ്ലെൻഡ് ഇറ്റ് വിത്ത് ദ ഫിംഗേഴ്സ്. പക്ഷേ ആ ഒരു പാടിന് ആ ഒരു മാർക്കിന് മുകളിലേക്ക് നമ്മുടെ ഐഷാഡോ പോകില്ല. അപ്പോൾ ഇപ്പോൾ അകത്ത് നമുക്ക് കുറച്ച് ലൈറ്റായിട്ടും കിട്ടി. ആൻഡ് ദെൻ യു ഹവ് ഗോട്ട് ദ ഷാഡോ ഓൺ ദി ഔട്ടർ കോർണർ. ഇനിയും ഇതിനെ മിനുക്കലാണ് നമ്മുടെ പണി നടക്കുന്നത്. So I'm going to go back with a little bit of eyeshadow and I'm going to sharpen the wing. കാരണം ഇത് ലൈറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് കുറച്ചുകൂടെ ഡാർക്ക് ആകണം എന്ന് തോന്നുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ടെക്നീക്ക് ടു ഗോ ഇൻ ആൻഡ് ഔട്ട് വിത്ത് ഇറ്റ്. അതുകൊണ്ട് തന്നെയാണ് ദിസ് എ വെരി ഗ്ലാമറസ്, വെരി സ്പെഷ്യൽ ഒക്കേഷൻ ലുക്കാണ്. യു കാൺ ഡു ദിസ് എവറി ഡേ. Well, at least I can't do this every day. Now, in order to attain that balance, ഇനി ഇത് തന്നെ താഴെയും ചെയ്യണം. താഴെ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇനി എവിടെയൊക്കെ നമുക്ക് ഗ്യാപ്സ് ഉണ്ട് ഫില്ല് ചെയ്യാനുള്ളത്. So I'm going to go in with my pencil and കണ്ണ് സാധാരണ പോലെ എഴുതും. ആൻഡ് ബിക്കോസ് ദ ഡ്രാമ ഈസ് ഇൻ ദി ഔട്ടർ കോർണർ, കാരണം നമ്മുടെ ഡാർക്ക് ഷാഡോയും ഔട്ടർ കോർണറിലാണ് കൊടുത്തത്. അതുകൊണ്ട് പെൻസിലും ഔട്ടർ കോർണറിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് അകത്തേക്ക് വരയ്ക്കത്തില്ല. കണ്ടോ? സോ എവറിത്തിങ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദി ഔട്ടർ പാർട്ട് ഓഫ് ദി ഐ. ഇതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അപ്പർ വാട്ടർ ലൈൻ. കണ്ടോ? ഒരു വ്യത്യാസം വരുന്നുണ്ടോ? ഇനി അതേ പെൻസിൽ കൊണ്ട് തന്നെ അപ്പർ കോർണറിൽ വീണ്ടും ഞാനിത് ഒത്തിരി ഉള്ളിലേക്ക് കൊണ്ടുവരത്തില്ല. ഐ ജസ്റ്റ് ഡു ഇറ്റ് ഓൺ ദി ഔട്ടർ കോർണർ. ഇനിയാണ് നമ്മുടെ താരം സ്മഡ്ജിങ് ബ്രഷ് വരുന്നത്. ഇതാണ് നമ്മൾ റബ്ബ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ പെൻസിലിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് വിൽ സെറ്റ് ഇൻ ആഫ്റ്റർ ദ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ സ്മഡ്ജ് ചെയ്ത് സ്മോക്ക് ചെയ്തെടുത്തോണം. ആൻഡ് ഐ ആം ഗോയിങ് ടു ഡു ദ സെയിം ടു ദ ലോവർ ലാഷ് ലൈൻ, സ്മഡ്ജിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡെപ്ത് കൊടുക്കാനായിട്ട് നേരത്തെ ഉപയോഗിച്ച ബ്രൗൺ ഷാഡോ തന്നെ ഞാൻ വീണ്ടും ഇതിൽ തന്നെ എടുത്തിട്ടുണ്ട്.
ബിഫോർ ഐ ഡു എനിത്തിങ് ഫർദർ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ചെയ്തിട്ട് വരാം. ഞാൻ ഇപ്പോൾ ഫൗണ്ടേഷൻ ചെയ്തു, കണ്ണിൽ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫൗണ്ടേഷൻ ചെയ്തു, കൺസീലർ ചെയ്തു, കളർ കറക്റ്റർ ചെയ്തു, ഇപ്പോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് ബ്രോൺസർ ഓൺ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ ഇതൊക്കെ ചെയ്യാനായിട്ട് എത്ര നേരം എടുക്കുമെന്ന്. ഇങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എവിടെയെങ്കിലും പോകുന്ന ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് തുടങ്ങും. ഇതൊരു ദിവസത്തെ പ്രോഗ്രാമാക്കി ഞാനങ്ങ് മാറ്റും. അത്രയൊന്നും സമയം എടുക്കത്തില്ല, പക്ഷേ ഐ റിയലി എൻജോയ് ദ പ്രോസസ്സ്. ഞാനതിങ്ങനെ ഒരു ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്ത് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതല്ല. എനിക്ക് ഈ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മേക്കപ്പ് ഇട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് തൊട്ട് പിടിച്ച് ഇങ്ങനെ എനിക്ക് എത്ര നേരം വേണേലും ഇരിക്കാം. സോ ഐ റിയലി എൻജോയ് ദ പ്രോസസ്സ്. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് സമയം മെനക്കെടാറുണ്ട് വെൻ ഐ റിയലി ഹാവ് ടു മേക്ക് എ ഡിഫറൻസ്. അപ്പോൾ ഞാൻ പുറത്ത് പോകുന്നത് ഇന്നൊരു ഹോൾ നൈറ്റാണ്. സോ ഐ ജസ്റ്റ് നീഡ് ടു മേക്ക് ഷുവർ ആൻഡ് ഐ വാണ്ടഡ് ദിസ് ലുക്ക്. അപ്പോൾ ഇങ്ങനൊരു ലുക്കാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് നേരത്തെ ചെയ്യാറുണ്ട്. ബിക്കോസ് ഐ റിയലി വോണ്ട് ടു എൻജോയ് ഇറ്റ്. ധൃതി പിടിച്ച് ചെയ്ത് അതിൻ്റെ ആ ഒരു ഫൺ എനിക്ക് കളയാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം എടുക്കാറുണ്ട്. ചില ആൾക്കാരില്ലേ, കുക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കും, പാത്രം എടുത്ത് വെക്കും. കാരണം ദേ എൻജോയ് ദാറ്റ് പ്രോസസ്സ്. അത് ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി അവരതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യും. അപ്പോൾ അതുപോലെയാണ് ഈ മേക്കപ്പ് ഇഷ്ടപ്പെടുന്നവരും അതിന് വേണ്ടിയുള്ള ടൈം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ളൊരു ടൈം ഞാൻ കണ്ടുപിടിക്കും, ധൃതി പിടിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി. So now I've done pretty much most of my foundation. പൗഡറും കൂടെ ഉള്ളൂ, മസ്കാര ഇട്ടു. I've put on a couple of eyelashes as well. എന്നിട്ട് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ബാലൻസിങ് ഔട്ട് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ കൊടുക്കണം, ഉള്ളിൽ കുറച്ചുകൂടെ ഉള്ളിൽ ചെറിയ ഡിഫറൻസ് വരുത്തണം, കുറച്ചുകൂടെ ഇന്നർ ലൈനിങ്, അങ്ങനെ കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പണിയാണ് ഇനി ചെയ്യാനുള്ളത്. ആൻഡ് ഐ എം ടേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് എ പോയിൻറ്റി ബ്രഷ്, കാരണം കുറച്ച് പ്രിസിഷൻ വർക്കാണ് ഇനി ആവശ്യം. Go in just literally there. നമുക്ക് എല്ലായിടത്തും കൂടെ ആക്കണ്ട, ജസ്റ്റ് ഓൺ ദ ഔട്ടർ കോർണർ. ഇനിയും നമ്മൾ ഒരു ഫ്ലഫി ബ്രഷ്, സ്ലൈറ്റ്ലി ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് നമ്മുടെ സ്കിൻ ടോണിനോട് ഏറ്റവും അടുത്ത് ചേർന്നിരിക്കുന്ന ഒരു കളർ ഇതാ ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. ഈതർ ദാറ്റ് ഷെയ്ഡ് ഓർ ദാറ്റ് ഷെയ്ഡ്. ഐ തിങ്ക് ഐ മൈറ്റ് ഗോ വിത്ത് ദാറ്റ് വൺ. കുറച്ചുകൂടെ ഒരു ഫ്ലഷ് കളേർഡാണ്. എന്നിട്ട് അതൊരു ഫ്ലഫി ബ്രഷിലെടുക്കുക ആൻഡ് ദെൻ ടാപ്പ് ഓഫ് ദി എക്സസ്. ആൻഡ് ഞാനിത് ഇവിടെ കൊടുക്കുന്നു. ഐബ്രോയും കഴിഞ്ഞ് ഐസ് തുടങ്ങുന്നതിന് ഇടയ്ക്കുള്ള ഭാഗത്താണ് ആ ഒരു ട്രാൻസിഷൻ കളർ കൊടുക്കുന്നത്. എല്ലാം കൂടെ അങ്ങ് മായ്ച്ച് തുടച്ച് കളയുകയല്ല, ആ ഒരു അവിടവും ഏറ്റവും മോൾ ഭാഗവും നമ്മുടെ കൺപോളയും തമ്മിലുള്ള ആ ഒരു കളറിനൊരു ട്രാൻസിഷൻ. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് ട്രാൻസിഷൻ ഷെയ്ഡ്. ഇപ്പോൾ അതൊക്കെ ഒരു ഡെഫിനിഷനായി. ഇനി വീണ്ടും ഈ ഒരു ബ്രഷ് ഇട്ട് ഐ ആം ഗോയിങ് ടു ഗോ ഇൻ. And everything is in the outer corner. Yeah. Now for the finishing touch. And for this purpose, I'm going to go in with നമ്മുടെ ടോപ്പ് നല്ല സ്പാർക്കിളാണ്, ഒട്ടും സിമ്പിൾ അല്ലല്ലോ. So I'm going to go in with this shade today. ഇത് കൊള്ളായിരിക്കും. ആൻഡ് ഒരു ചെറിയൊരു ഫ്ലാറ്റ് ബ്രഷാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലെടുത്ത് കേട്ടോ, ചെറിയ ഫ്ലാറ്റ് ബ്രഷിൽ. ആൻഡ് ദെൻ ഐ എം ഗോയിങ് ടു ഗോ ഇൻ ആൻഡ് പ്ലേസ് ഇറ്റ് ഇൻ ദ ഇന്നർ കോർണർ. Can you see what that looks like now? ആ ഒരു പോപ്പ് ഓഫ് കളറിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ആൻഡ് അവിടെ ഒട്ടും പിശുക്ക് കാണിക്കാൻ പാടില്ല. യു ജസ്റ്റ് പാക്ക് ഇറ്റ് ഇൻ. Then I give some in the inner corner. ഒരു ഗുമ്മിന്. ഇപ്പം ഗും കുറഞ്ഞ ലുക്കാണല്ലോ, ഒരല്പം കൂടെ ഗുമ്മായിക്കോട്ടെ. ആണോ, അത് കണ്ണിൻ്റെ പുറത്ത് ഈ ഔട്ടർ കോർണർ ഡാർക്കായി ഇന്നർ കോർണർ ലൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ കണ്ണെന്തോ ഒരു വലിയ സംഭവമാണെന്ന് തോന്നും. എനിക്ക് ഈ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സമയം എടുക്കും എന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ, പക്ഷേ ഐ റിയലി ലൈക്ക് ഇറ്റ്. ഐ നോ പീപ്പിൾ ഹു ഡു ദിസ് ക്വിക്കർ, ബട്ട് എനിക്കിത് ടൈം എടുക്കും ആൻഡ് ഐ എൻജോയ് ദാറ്റ് ടൈം. ഇനി ഒരല്പം ബ്ലഷ്.
ഗോ ഇൻ വിത്ത് എ ക്രീം ബ്ലഷ്. ഇങ്ങനൊരു ലുക്കിൻ്റെ ഗുണം എന്താ അറിയോ? കണ്ണ് മാത്രം ചെയ്താൽ മതി, ബാക്കി ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇൻഫാക്ട് യു വോണ്ട് എവറിത്തിങ് എൽസ് എ ലിറ്റിൽ ബിറ്റ് മ്യൂട്ടഡ്, എ ലിറ്റിൽ ബിറ്റ് ക്വയറ്റ്, സോ ദാറ്റ് ദി ഐസ് ക്യാൻ ടേക്ക് ദ സെൻറ്റർ സ്റ്റേജ്. കണ്ണ് ഇത്ര ഇതായിട്ടിരിക്കുമ്പോൾ റെഡ് ലിപ്പ് കൊടുക്കത്തില്ല. കണ്ണിൻ്റെ കൂടെ കോമ്പറ്റീഷൻ പാടില്ല. എവറിത്തിങ് ഹാസ് ടു കോംപ്ലിമെൻറ്റ് ദി ഐസ്. ഐസ് ഇസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ലുക്ക്. ലിപ്സിൻ്റെ ഷെയ്ഡും അതിനുകൊണ്ട് തന്നെ വളരെ നാച്ചുറലായ എന്തെങ്കിലും ഒരു ഗ്ലോസ്. ആദ്യം ഗോയിങ് വിത്ത് ലിപ്പ് ലൈനർ. And then the simplest of gloss. Lip color ഒന്നും വേണ്ട, just a gloss is enough. Again, we are not looking to compete with the eyes. കണ്ണിന് ഒരു കോംപ്ലിമെൻ്റ് ആയിരിക്കണം ബാക്കി എല്ലായിടും. അയ്യോ, ഇനി എന്താ ഒരു കുറവെന്നറിയോ? പൗഡർ. Go in with my powder. Puff. Tap off the excess. So this is the final look, guys. ഇനിയും ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുടെ കമൻസ് താഴെ കൊടുക്കുക. ആൻഡ് മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ്. ഒരുങ്ങി നല്ല സുന്ദരം നടക്കുന്നേ.